അതെ, നിനക്ക് പ്രിയപ്പെട്ട ഒരു അയ്യപ്പ വിഗ്രഹം കാണാതായില്ലേ? അതിനു പകരം ദേ മോളൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അതിങ്ങ് കാണിക്കുമോളെ. ഇനിയിപ്പോ നിന്റെ സങ്കടം തീർന്നല്ലോ. ദേ, ഇത് ഐശ്വര്യമായിട്ട് പൂജാമുറിയിൽ കൊണ്ടുവയ്ക്ക്. ഇത് വാങ്ങിയത് കർണയല്ലേ? അപ്പൊ കർണ എന്നെ കൊണ്ടുവയ്ക്കട്ടെ, അതാ നല്ലത്. അമ്പലത്തിൽ ചെന്നപ്പോ പൂജാരി പറഞ്ഞു, മനസ്സിനകത്ത് കളങ്കമുള്ള ഒരു വീടിനകത്ത് കയറിയാ ദൈവം ഇറങ്ങി പോവെന്ന്. നമ്മുടെ അമ്പലത്തിലെ പൂജാരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഹാലക്ഷ്മി ഉദ്ദേശിച്ചായിരിക്കില്ല. കാരണം പേര് പോലെ തന്നെ ഒരു മഹാലക്ഷ്മിയെ വീടിനകത്ത് കയറിയെന്ന് എന്നോട് നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ പൂജാരി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ കയറിയതാണോ ഈ വീടിന്റെ ഐശ്വര്യക്കേട്? എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എന്നാ മഹാലക്ഷ്മി എന്റെ ഭാര്യയായി വന്നത് ഈ വീടിന് കേടുപാടുണ്ടാക്കുമെന്ന് ചിന്തിക്കേണ്ട കാര്യവും എനിക്കില്ല. ദേ, മോൾ ഇവനോട് തർക്കിക്കാൻ നിൽക്കാതെ മോൾ ഇത് പൂജാമുറിയിൽ കൊണ്ടുവയ്ക്ക്. വാ. ലാളൻ ഒരുപാട് കൊടുത്താ കരുണ അവളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ വളർത്തിയിരിക്കുന്നത്. അതിന്റെ ഒരുപാട് പക്വതക്കുറവുണ്ട് ആ കുട്ടിയുടെ സ്വഭാവത്തിലും. അതിനൊപ്പം നീ നിന്നു കഴിഞ്ഞാലേ ജീവിതം ഒരു കരക്കടിപ്പിക്കാൻ പാടായിരിക്കും. എന്തായാലും ഈ നിൽക്കുന്ന ഇടത്തേക്കാളും നല്ല സ്വഭാവ കരുണയെടുത്തിയുടേത്. ആയിക്കോട്ടെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞേ ഉള്ളൂ. മോള് കൊണ്ടുവയ്ക്കും മോളെ. മോളെ അങ്ങോട്ട് വെക്ക്. മോളെ, ഇത് ഇന്നലെ പുഴയിൽ എറിഞ്ഞോന്നല്ലേ നീ പറഞ്ഞത്? പിന്നെ എങ്ങനെയാ മോളെ ഇതിവിടെ വന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ. ഈ ഭഗവാനാ അവളുടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നതെന്ന് മുത്തശ്ശി പറഞ്ഞതുകൊണ്ടാ ഞാനത് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത്. എന്നിട്ട് പിന്നെ ഇത് എങ്ങനെ തിരികെ എത്തിയെന്ന് മനസ്സിലാവുന്നില്ല. മോളെ, ഇനി വല്ല വഞ്ചിക്കാരുടെ കയ്യിലും കിട്ടിയിട്ട് അവരത് കൊണ്ട് കൊടുത്തതാണെങ്കിലോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലമ്മ. മോളെ, ദേ, ഒരു കാര്യം നമുക്ക് മനസ്സിലായല്ലോ. അവളെന്തൊക്കെയോ പ്രാർത്ഥിച്ച് ആവാഹിച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. പൊന്നു മോളെ, അതുകൊണ്ട് ഇതീ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. മോൾ ഈ വിഗ്രഹം ഇവിടെ എവിടെയെങ്കിലും വെച്ചേക്ക്. ആ, അവളൊരു മന്ത്രവാദിനിയാണെന്ന് പറയുന്നത് ശരിയാ മോളെ. അതുകൊണ്ട് നല്ല ഏതെങ്കിലും മന്ത്രവാദികളെയോ ജ്യോത്സ്യന്മാരെയോ നമ്മൾ കാണുന്നതായിരിക്കും നല്ലത്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.